ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ സാലഡ് കുക്കുംബർ കൃഷി ചെയ്യുന്നത്. സാലഡ് കുക്കുംബർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലത്തിലൂടെ അല്ല പടർത്തുന്നത്, നമ്മൾ വലയിൽ കയറ്റി വിടുവാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് കയറ്റി വിടാം. ഒന്നുകിലും നിലത്ത് നമുക്ക് പടർത്തി പന്തലിപ്പിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ കമ്പുകൾ കുത്തി കൊടുക്കാം. നമ്മളിവിടെ പന്തലിട്ടിട്ടാണ് നമ്മൾ കുക്കുംബർ കൃഷി ചെയ്യുന്നത് ഈ പ്രാവശ്യം. അപ്പോൾ സാലഡ് കുക്കുംബർ കൃഷി ചെയ്യുമ്പോഴും വള്ളി വീശി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ നെറ്റ് കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുക്കുക. പല രീതിയിലുള്ള നെറ്റുകളുണ്ട്. കണ്ണി അടുപ്പമുള്ളതുണ്ട്, അത് മേടിക്കരുത്. പച്ചക്കറിക്കുള്ളതെന്ന് പറഞ്ഞ് തന്നെ വാങ്ങുക. ഇതുപോലെ കണ്ണി അകലമുള്ളത് മേടിക്കണം. അങ്ങനെയാണെങ്കിലാണ് സാലഡ് കുക്കുംബർ ഇതിവിടെ കയറിയിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് കുക്കുംബർ ഉണ്ടായി മറിഞ്ഞു കിടക്കുകയുള്ളൂ. അപ്പോൾ പയറ് കൃഷി ചെയ്ത പോലെ തന്നെ ഏകദേശം ഒരു 82-83 അടി നീളമുണ്ട് നമുക്കത്. അതാണ് നമ്മളിവിടെ പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തായിട്ട് നമ്മൾ കമ്പുകൾ കുത്തി കൊടുത്തു, കാരണം നമുക്ക് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. ഇത് കയറി മറിയാനുള്ളതാണ്. മുകളിൽ ഒരു കേരവള്ളി കെട്ടിക്കൊടുത്തു. നമ്മുടെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അടിയിൽ നമ്മൾ കേരവള്ളി കെട്ടിക്കൊടുത്തു. ഇപ്പം നമ്മളിവിടെ കെട്ടുമ്പോൾ കണ്ടോ, ഈ 2 വള്ളിയും കൂടുന്ന സ്ഥലത്താണ് കിട്ടുന്നത്. കാരണം കൂടുതൽ ഉറപ്പിന് വേണ്ടിയാണ് നമ്മളങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ 2 വള്ളിയും കൂടെ കൂടുന്ന ആ ജോയിൻറ്റിലാണ് നമ്മൾ ഇതുമായിട്ട് കെട്ടുന്നത്. അത് കേരവള്ളിയുമായിട്ട് നമ്മൾ കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബലം കിട്ടും. നമ്മളിനി അടിവശം കെട്ടുമ്പോഴും നന്നായിട്ട് വല മുറുക്കിയിട്ട് തന്നെ കെട്ടുക. സാലഡ് കുക്കുംബറിനുള്ള പന്തലെല്ലാം റെഡി ആയിട്ടുണ്ട്. മോൾവശവും കെട്ടി, അതുപോലെ തന്നെ അടിവശവും കെട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാ ദിവസവും നന കൊടുക്കുക, നമ്മുടെ പ്ലാന്റിന് നന കൊടുക്കുക. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് തന്നെ നമ്മൾ കൃഷി ചെയ്യുക. അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതാണ്, ഇലയൊക്കെ നട്ടുവെച്ച് ഉടനെ തന്നെ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്. ഇല എന്തോ വന്ന് പ്രാണികൾ ഏതാണ്ട് വന്ന് കടിച്ചു പോയി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ സാലഡ് കുക്കുംബറിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കണ്ടുവരുന്നത് ആമവണ്ടിൻ്റെ ശല്യമാണ്. ആമവണ്ട് ഇത് ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇല വന്ന് കാർന്ന് തിന്നുന്നു. അങ്ങനെ ഇല നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അങ്ങനെ കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് മഞ്ഞച്ച് പഴുത്ത് ആ പ്ലാന്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഇലപ്രായത്തിൽ ഇത്രയും ഇലയാവുമ്പോൾ തന്നെ നമ്മൾ ഇതിനുള്ള പ്രതിവിധി ചെയ്യണം. കാരണം ഈ സമയത്ത് ഇതിൻ്റെ ഈ ആമവണ്ട് വന്ന് കഴിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു 5-6 ദിവസം കൂടുമ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ജൈവ രീതി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം. ഞാനതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണിൽ നിന്ന് ഏകദേശം 1 അടി മുകളിലാണ് നമ്മൾ അടുത്ത ഈ കേരവള്ളി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റിൽ ഇല വീശി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു കമ്പ് വെച്ച് ഇതിനകത്തേക്ക് കൊടുക്കും. അപ്പോൾ അതിനകത്തേക്ക് കയറിയിട്ട് ഈ പന്തലെ പടർന്ന് കയറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നെറ്റ് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന്, ഈ അടിയിലേക്ക് കിടക്കുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി അടുത്ത സൈഡിൽ അവിടെ കണ്ടോ, ഇത് കണ്ടോ, ആ വള്ളി 2 എണ്ണം കെട്ടിയിരിക്കുന്ന അടുത്ത സാലഡ് കുക്കുംബർ കൃഷി ചെയ്യാനുള്ള പന്തൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ അവിടെയും പന്തൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വലയാണ് ഇത്. നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഒരു നെറ്റ് ഫുൾ നെറ്റ് മേടിക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏകദേശം 82-83 അടിയുള്ള പന്തലാണ്, നെറ്റാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നെറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 2 പന്തൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഒരെണ്ണമല്ല, 2 പന്തൽ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ എത്ര അടി നീളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ 2 എണ്ണം നടുക്കക്കടെ കട്ട് ചെയ്തെടുത്ത് കഴിയുവാണെങ്കിൽ 2 എണ്ണം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റരുത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇവിടം വരെയാണ് നീളം. ആ നീളം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് ഏകദേശം 500 കിലോയോളം ഒരു സീസണിൽ നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ സാലഡ് കുക്കുംബറിൽ കൃഷിയിൽ സക്സസ് ആയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ചെയ്യാൻ തോന്നുന്ന ഒരു കൃഷി തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ചെയ്യുക. കാരണം നമ്മളിത് പച്ചയ്ക്കാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോൾ തന്നെ വിഷരഹിതമായ സാലഡ് കുക്കുംബർ കഴിക്കാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാലഡ് കുക്കുംബർ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.